നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 16 നോക്കാൻ പോകുന്നത്. മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 16. അതിനു മുൻപൊരു കാര്യം പറയട്ടെ, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനും അതിലിടുന്ന പോളുകളൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആർട്ടിക്കിൾ 16 പറയുന്നത് അവസര സമത്വമാണ് കേട്ടോ. അവസര സമത്വമാണ് ആർട്ടിക്കിൾ 16. അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 16. അപ്പോൾ ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 16 പറയുന്നത് അവസര സമത്വമാണ്, പൊതുനിയമനങ്ങളിലെ അവസര സമത്വം. ആർട്ടിക്കിൾ 14 എന്തായിരുന്നു? നിയമത്തിന് മുൻപിൽ സമത്വം, നിയമ മുഖേനയുള്ള തുല്യ സംരക്ഷണമായിരുന്നു ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു. ആർട്ടിക്കിൾ 15 എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു. ആർട്ടിക്കിൾ 16 വരുമ്പോൾ അത് അവസര സമത്വമാണ്. പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 16. സമത്വത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന 2 കാര്യങ്ങളാണ് തുല്യ പദവി, അവസര സമത്വം മുതലായവ. എന്താണ്? സമത്വത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന 2 കാര്യങ്ങളാണ് തുല്യ പദവിയും അവസര സമത്വവും. എന്താണ്? തുല്യ പദവിയും അവസര സമത്വവും. അവസര സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് അവസര സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം അനുഭവിക്കാൻ കഴിയുക. അപ്പോൾ ആർട്ടിക്കിൾ 16 അവസര സമത്വമാണ് പറയുന്നത്. പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 16. സമത്വത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന 2 കാര്യങ്ങളാണ് തുല്യ പദവിയും അവസര സമത്വവും. അവസര സമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം അനുഭവിക്കാൻ കഴിയുക എന്നതാണ് അവസര സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കിനി ആർട്ടിക്കിൾ 16(1) എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 16(1) പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 16(1) പറയുന്നത് എന്താണ്? എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമനത്തെയോ സംബന്ധിച്ച് ഉള്ള വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കണം എന്നതാണ് ആർട്ടിക്കിൾ 16(1). എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ എന്തെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമനത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(1). അപ്പോൾ ആർട്ടിക്കിൾ 16(1) പറയുന്നത് എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ജീവനത്തെയോ അഥവാ ഏതെങ്കിലും ഉദ്യോഗത്തിലുള്ള നിയമനത്തെയോ സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടായിരിക്കണം എന്നതാണ് ആർട്ടിക്കിൾ 16(1) പറയുന്നത്. ഇവിടെ എന്താ? ഉദ്യോഗ നിയമനത്തിലൊക്കെ അവസര സമത്വം ഉണ്ടായിരിക്കണം എല്ലാ പൗരന്മാർക്കുമെന്ന് ആർട്ടിക്കിൾ 16(1) പറയുന്നുണ്ട്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 16(2) എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 16(2) പറയുന്നത് രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ജീവനത്തെയോ ഉദ്യോഗത്തെയോ സംബന്ധിച്ച് മതം, വർഗം, ജാതി, ലിംഗം, വംശം, ജനനസ്ഥലം, വാസസ്ഥലം എന്നിവയോ അവയിൽ ഏതെങ്കിലുമോ മാത്രം അടിസ്ഥാനമാക്കി ഏതൊരു പൗരനും അയോഗ്യനാവുകയോ വിവേചനത്തിന് വിധേയനാകുകയോ ചെയ്യുന്നതല്ല എന്ന് ആർട്ടിക്കിൾ 16(2) പറയുന്നുണ്ട്. എന്താണ് ആർട്ടിക്കിൾ 16(2) പറയുന്നത്? രാഷ്ട്രത്തിന് കീഴിലുള്ള ഏതെങ്കിലും ജീവനത്തെയോ ഉദ്യോഗത്തെയോ സംബന്ധിച്ച് ഒരാളുടെ മതമോ വർഗമോ ജാതിയോ ലിംഗമോ വംശമോ ജനനസ്ഥലമോ വാസസ്ഥലമോ ഒന്നും അടിസ്ഥാനമാക്കി ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇവയെല്ലാമോ ഇവയിൽ പലതുമൊക്കെ ചേർത്ത് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു പൗരനും ഒന്നിൽ നിന്നും അയോഗ്യനാവുകയോ വിവേചനത്തിന് വിധേയനാവുകയോ ചെയ്യുന്നതല്ല
എന്നാണ് ആർട്ടിക്കിൾ 16(2) പറയുന്നത്. അപ്പോൾ ഓരോ പൗരന്മാരും, ഓരോ ഇന്ത്യൻ പൗരന്മാരും അവന് ഇന്ത്യയിൽ ജീവിക്കുന്നതിനുള്ള അവൻ്റെ അവകാശവും അവൻ്റെ ജോലി സംബന്ധിച്ചുള്ള, ഉദ്യോഗം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവൻ്റെ ജാതി, മതം, വർഗം, ലിംഗം, വംശം, ജനനസ്ഥലം, വാസസ്ഥലം ഇവയെല്ലാം കൂടി കരുതിയോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നൊക്കെ കരുതിയോ എന്താണ്, ആ ഒരു പൗരനെയും അയോഗ്യനാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവന് വിവേചനം കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് ആർട്ടിക്കിൾ 16(2) ചെയ്യുന്നത്. ആർട്ടിക്കിൾ 16(3) ചെയ്യുന്നത് എന്താണ്? ആർട്ടിക്കിൾ 16(3) ചെയ്യുന്നത് താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമനങ്ങളിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. താമസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിയമനങ്ങളിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(3). എന്തുമായിട്ട് ബന്ധപ്പെട്ട? താമസ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നിയമനങ്ങളിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(3). ആർട്ടിക്കിൾ 16(4) എന്താണ് പറയുന്നത്? രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(4). എന്താണ്? രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുന്നതുമായിട്ട് സംവരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(4). ആർട്ടിക്കിൾ 16(5) പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 16(5) പറയുന്നത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളിൽ ആ മതത്തിൽ ഉൾപ്പെടുന്നവർക്കു മാത്രം ലഭിക്കുന്ന സംവരണം ഭരണഘടനാപരമായി അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ്. സർക്കാർ കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളിൽ ആ മതത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സംവരണം ഭരണഘടനാപരമായി അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(5). എന്താണ് ആർട്ടിക്കിൾ 16(5)? സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളിൽ ആ മതത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സംവരണം ഭരണഘടനാപരമായി അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(5). ഇപ്പോൾ ചില മതങ്ങളുടെ കീഴിൽ വരുന്ന കോളേജുകളൊക്കെ ഇല്ലേ, അവിടെ ചില സീറ്റുകൾ ആ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളിൽ ആ മതത്തിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സംവരണം ഭരണഘടനാപരമായി അനുവദനീയമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(5). ആർട്ടിക്കിൾ 16(6) പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 16(6) പറയുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക്, നമ്മൾ EWSനെ പറ്റി പറഞ്ഞില്ലേ, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നത് അവസര സമത്വ ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പരാമർശിക്കുന്നതാണ് ആർട്ടിക്കിൾ 16(6). എന്താണ്? സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നത് അവസര സമത്വ ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16(6). അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 16ൻ്റെ അണ്ടറിൽ വരുന്നത്. ആർട്ടിക്കിൾ 16 പ്രധാനമായും അവസര സമത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16(1), ആർട്ടിക്കിൾ 16(2), 16(3), 16(4), 16(5), 16(6) നമ്മൾ പഠിച്ചു. അതിൽ 16(6) പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അത് EWS സംവരണവുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10% സംവരണമില്ലേ, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൽ പറയുന്നത് പ്രധാനമായിട്ടും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നത് അവസര സമത്വ ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(6).